പ്രൈസ് ലോർഡ്. മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ ഇന്ന് പകലും അടുത്തു വരാം. ഇന്ന് പകലും ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുകയോ ഏതെങ്കിലും പ്രതികൂലത്തിൽ കൂടെ കടന്നു പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. കർത്താവ് നമ്മളെ തനിയെ വിടത്തില്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്ന് വിട്ടുമാറിയാൽ നാം അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. 51-ാം സങ്കീർത്തനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവിക വഴിയിൽ നടന്ന ദാവീദ് ദൈവം ശരിയായ വഴികളിലൂടെ നടക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. എന്നാൽ ദൈവിക വഴിയിൽ നടന്നെങ്കിലും ഒറ്റ നിമിഷത്തെ അശ്രദ്ധ തൻ്റെ ദിശയിൽ നിന്ന് മാറിപ്പോവാനിടയായി. ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത്, എൻ്റെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി, എന്നാൽ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തില്ല താനും. ദൈവം ചിലത് ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയാൽ നമ്മൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇസ്രായേലിന് നേതൃത്വം കൊടുക്കാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ദാവീദിന്. ഭടന്മാർ യുദ്ധത്തിന് പോയപ്പോൾ യെരൂശലേമിൽ തന്നെ ഇരുന്നു. ഇതുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ദാവീദിൻ്റെ ദിശ മാറുവാൻ, വഴി ക്ലിയർ ആയെങ്കിലും ദിശ മാറുവാൻ ഇടയായി തീർന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ യോവാബും ഭടന്മാരും സേവകന്മാരും പോയപ്പോൾ ദാവീദ് അവിടെ തന്നെ ഇരുന്നു. എന്ത് സംഭവിച്ചും താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് മാളികമുറിയിൽ ഉണർന്നിരുന്നു. ദാവീദ് താൻ ആരാണെന്നുള്ള ബോധം മറന്നു, തൻ്റെ ഉത്തരവാദിത്വം മറന്നു, തൻ്റെ അധികാരം മറന്നു. ഓർക്കേണ്ട പലരെയും ദാവീദ് മറന്നു കളഞ്ഞു. ദാവീദ് അധികാര നിമിത്തം എന്നോട് ചോദിപ്പാൻ ആരുമില്ലെന്നുള്ള അഹങ്കാരം മനസ്സിൽ കയറി. ദാവീദിൻ്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ദിശ തെറ്റി ഓടുന്ന പല അനുഭവങ്ങളും ഇല്ലേ? ഹല്ലേലൂയ. അധികാരത്തിൻ്റെ അഹങ്കാരവും ഞാനെന്ന ഭാവവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കടന്നു വരാറില്ലേ? നമ്മളും പലപ്പോഴും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറില്ലേ? ദാവീദ് പറയുന്നു, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ. വഴി ശരിയായിരിക്കാം, ദാവീദ് ദിശയിൽ നിന്ന് മാറിപ്പോയി. ഗോലിയാത്തിന് മുമ്പിൽ ഇസ്രായേൽ പരാജയപ്പെട്ടപ്പോൾ ഒരാട്ടിടയനായ ദാവീദാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്. ഇസ്രായേൽ സൈന്യത്തിന് മുമ്പിൽ നേതൃത്വം കൊടുക്കേണ്ട രാജാവ് അവിടെ തന്നെ ഇരുന്നു. തെറ്റ് മറച്ചു വെക്കാൻ സകല പരിപാടിയും നടത്തി. നമുക്ക് പലതും കുറച്ചുനാൾ മറച്ചു വെക്കാൻ കഴിഞ്ഞേക്കാം. കുറച്ചുനാൾ മറ്റുള്ളവരെ കബളിപ്പിച്ചും കളിപ്പിച്ചുമൊക്കെ ജീവിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവം നേരുള്ളവനാൽ സൃഷ്ടിച്ച മനുഷ്യൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. നമ്മൾ കാത്തിരുന്ന ഒന്നും ഒരുപക്ഷെ കുറച്ചുനാൾ നമ്മൾ കരുതിയിരിക്കും ആരും ഒരുപക്ഷെ നമ്മളെ കാണത്തില്ല, ആരും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യമൊന്നും അറിയത്തില്ലെന്നും കുറച്ചുനാൾ നമ്മൾ അങ്ങനെയൊക്കെ കരുതും. എന്നാൽ തമ്പുരാൻ്റെ മുൻപിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയത്തില്ല. ഊരിയാവിനോട് സംസാരിക്കുമ്പോൾ ഒന്നും തൻ്റെ മനസ്സാക്ഷിയെ കുത്തുന്നതായൊന്നും കാണുന്നില്ല. നമ്മുടെ ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും കർത്താവ് ശോധന ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ശരിയായ ദിശയിലാണോ നമ്മുടെ യാത്ര? നല്ല വഴി തിരഞ്ഞെടുക്കേണ്ടത് ഒരു മനുഷ്യൻ ദിശ തെറ്റിയപ്പോൾ എന്ത് സംഭവിച്ചോ നമുക്കറിയാം. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ? നമ്മുടെ ദിശയിൽ നാം പലപ്പോഴും മാറിയിട്ടുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം നമ്മളെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ ദൈവം നമുക്കിടയാക്കട്ടെ. എന്നാൽ ദാവീദ് അനുദപിച്ചു മടങ്ങി വന്നു. 51-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു, അതുകൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. നമുക്കും ഇന്ന് പകല് പ്രാർത്ഥിക്കാം, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന്. ദാവീദ് പറയും, എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവനാ, നമ്മുടെ പാപങ്ങളെ കഴുകുന്നവനാ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കർത്താവ് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ നല്ലവനായ കർത്താവിൽ നമ്മുടെ ജീവിതത്തെ ഇന്ന് പകൽക്കാലവും സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.